ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാൻഡ ടോക്സ്. അപ്പോൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ രണ്ടുപേരും നല്ല രീതിയിൽ നെർവസ് ആണ് കാണുമ്പോഴൊക്കെ. അങ്ങനെ വീട്ടിൽ വെച്ച് നമ്മുടെ ലിംഗ് അവനെ കുറെ ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ച് കുറെ മണ്ടത്തരങ്ങളിലൊക്കെ ചെന്ന് ചാടുകയാണ്. ഓഫീസിൽ വാങ്ങും ഞാനിന്ന് ഒഫീഷ്യലി റിസൈൻ ആവുകയാണ്, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരും അവനെ മൈൻഡ് ആക്കാതെ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ലിംഗ് അവിടെ എത്തുമ്പോൾ അവൻ അവളോട് പറയുന്നുണ്ട് എന്റെ ലാസ്റ്റ് ഡേ ആണ്, നമുക്ക് ഫുഡ് കഴിച്ചാലോ ഒരുമിച്ച് എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് മറ്റൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ടെന്ന് പറയാണ്. അതോടൊപ്പം തന്നെ വാങ്ങിനോട് ചെങ്ങ ചെയ്യാൻ പറഞ്ഞ ഒരു ജോലിയും ചെയ്തു തീർക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെങ്ങ ആവശ്യപ്പെട്ട കാര്യം ചെയ്യാനായിട്ട് അവൻ ആ സ്ഥലത്ത് എത്തുമ്പോഴാണ് അവന് മനസ്സിലാക്കുന്നത് എല്ലാവരും കൂടെ അവനൊരു സർപ്രൈസ് പാർട്ടി ഒരുക്കിയിരുന്നായിരുന്നു. പാർട്ടിയിലേക്ക് ജിന്നു എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ആ നൈറ്റിൽ അടിച്ചു പൊളിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് എൻജോയ് ചെയ്യുകയാണ്. നമ്മുടെ വാങ്ങ നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട്. അങ്ങനെ അവനും ചെങ്ങിനോട് ചോദിക്കുന്നുണ്ട് ഇനി നിനക്ക് ജിന്നിനെയോ അല്ലെങ്കിൽ ലിങ്ങിനെയോ ഇഷ്ടമുണ്ടെങ്കിൽ അത് അവരോട് തുറന്നു പറയണം എന്നൊക്കെ പറയാണ്. പിന്നീട് വാങ് ജിന്നിനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്നുണ്ട്. അവൻ അവളോട് പറയുന്നുണ്ട് ചെങ്ങ് നല്ലൊരാളാണ്, പക്ഷെ നീ ആരെങ്കിലും ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ അയാളെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ അയാൾ നിന്നെ ഇഷ്ടപ്പെടണം എന്ന് പറയാണ്. പക്ഷെ ഇവനിങ്ങനെ ഓരോന്ന് പറയുന്നതൊന്നും നമ്മുടെ ജിന്നി കേൾക്കുന്നില്ല, കാരണം അവൾ ഉറങ്ങാണ്. അങ്ങനെ അവളും അവന്റെ കൈയും പിടിച്ചിരുന്ന് ഉറങ്ങാണ്. കുറെ കഴിഞ്ഞ് അവൾ എണീറ്റ് നോക്കുമ്പോൾ അവൾ അവനെ പിടിച്ചിരിക്കുന്നതും അവൻ അവിടെ ഇരുന്ന് ഉറങ്ങുന്നതും കാണുന്നുണ്ടെങ്കിലും അവൾ ആ പിടിയൊന്നും വിടുന്നില്ല, വീണ്ടും മുറുക്കെ പിടിച്ച് കിടന്ന് ഉറങ്ങാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ നമ്മുടെ ചെങ്ങൽ ലിങ്ങിനോട് പറയുന്നുണ്ട് നീ ഇന്നലെ രാത്രി നല്ല രീതിയിൽ കുടിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് തന്നെ ഞാനായിരുന്നു ഇന്നലെ രാത്രി നിന്റെ അസിസ്റ്റന്റ്. അത് മാത്രമല്ല എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, വേറെ ആരുടെയും കൂടെ ഡ്രിങ്ക്സ് ഒന്നും അടിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോവുകയാണ്. ഇതേ സമയം ഇന്നലെ രാത്രിയിൽ നല്ല രീതിയിൽ കുടിച്ചതുകൊണ്ട് തന്നെ ബേക്ഷവജിനെ വീട്ടിൽ കൊണ്ടാക്കാൻ മൈക്കിളാണ് എത്തിയിരുന്നത്. പക്ഷെ അവനും ടയേർഡ് ആയതുകൊണ്ട് തന്നെ അന്ന് രാത്രി അവിടെ തന്നെ കിടന്നങ്ങ് ഉറങ്ങിപ്പോവാണ്. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നമ്മളെ മൈക്കിളിനെ അവിടെ കണ്ടുകൊണ്ട് അവള് മൈക്കിളിനെ എടുത്തിട്ട് അടിക്കുകയാണ്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ പില്ലോ ഫൈറ്റും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ചെങ്ങ് ബാസ്കറ്റ് ബോൾ കളിക്കാൻ എത്തുന്നുണ്ട്. ലിംഗം അവന്റെ കൂടെ തന്നെ ഉണ്ട്. ചെങ്ങിന്റെ കൂടെ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ബാലൻസ് ടീം മെമ്പേഴ്സും അവിടെ എത്തുകയാണ്. അവര് വിചാരിച്ചത് നമ്മുടെ ചെങ്ങിന്റെ ഗേൾ ഫ്രണ്ട് ആണ് ലിംഗ് എന്നാണ്. അപ്പൊ അവളും അത് തിരുത്തി പറയുന്നുണ്ട് ഞാൻ ഗേൾ ഫ്രണ്ട് അല്ല അസിസ്റ്റന്റ് ആണെന്ന്. ചെങ്ങ് അവളോട് ചോദിക്കുകയാണ് നിനക്ക് എന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടിരിക്കുന്നതിൽ നാണക്കേടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് അങ്ങനൊന്നും അല്ല, എനിക്ക് ഇങ്ങനത്തെ തമാശയൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയാണ്. ചെങ്ങിലിങ്ങിനോട് നമുക്കൊരു ബെറ്റ് വെക്കാം, നീയും എന്നെ പോലെ ബാസ്കറ്റ് ബോൾ കളിക്ക്, ഏറ്റവും കൂടുതൽ ഷോട്ട്സ് ഇടുന്ന ആള് ജയിക്കും. നീയാണ് ജയിക്കുന്നെങ്കിൽ ഞാൻ നിന്റെ രണ്ട് ആഗ്രഹങ്ങൾ സാധിച്ചു തരാം, ഇനി ഞാനാണ് ജയിക്കുന്നെങ്കിൽ എന്റെ ഒരെണ്ണവും നീ സാധിച്ചു തരണം എന്ന് പറയാണ്. ഇത് കേട്ട ലിംഗ് അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ഞാൻ സാധിച്ചു തരണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവനും പറയുന്നുണ്ട് അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ട് കാണില്ല എന്ന് പറയാണ്. അങ്ങനെ ലിംഗം ഓക്കെ പറഞ്ഞിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കാനായിട്ട് റെഡി ആകുന്നുണ്ട്. പിന്നീട് ഗെയിം സ്റ്റാർട്ട് ആവുകയും രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുകയാണ്. പക്ഷെ അവസാനം ഒരേ ഒരു ഗോളിന്റെ വ്യത്യാസത്തിലാണ് നമ്മുടെ ചെങ്ങ് ജയിക്കുന്നത്. കാരണം ഇത്രയും നേരം ലിംഗമായിട്ട് ഒരു ടൈ ഗെയിം ആയിരുന്നു അവൻ കളിച്ചുകൊണ്ടിരുന്നത്. ചെങ്ങ് ജയിച്ചെങ്കിലും അവൻ പറയുന്നുണ്ട് ശരി നമുക്ക് ഇത്രയും നേരം ടൈ ഗെയിം അല്ലായിരുന്നോ, അതുകൊണ്ട് തന്നെ ഒന്നും സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് സ്വയം. ചെങ്ങ് പറയാണ് എന്റെ പേര് ചെങ്, ഞാൻ നല്ല ഹാൻഡ്സം ആണ്, റിച്ചും ആണ്. അപ്പോഴാണ് നമ്മുടെ ലിംഗ് പറയുന്നത് എന്റെ പേര് ലിംഗ്, പണ്ടൊക്കെ എല്ലാവർക്കും എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ ഡിവോഴ്സ്ഡ് ആണ്, പിന്നെ അത് മാത്രമല്ല എനിക്കൊരു ജോലി പോലും ഇല്ല എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ലിംഗിനോട് അവൻ പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ നിനക്കൊരു ജോബ് തരാമെന്ന്. ഇത് കേട്ട് അവളും നല്ല സാലറി ഉണ്ടെങ്കിൽ ഞാനൊരു കൈ നോക്കാം എന്ന് പറയുന്ന കേട്ട് നമ്മുടെ ലിംഗിനോട് അവനും പറയുന്നുണ്ട് എന്റെ ഗേൾ ഫ്രണ്ട് ആവാനുള്ള വേക്കൻസിയാ, നീ അത് എടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് അവൻ അവളെ പ്രപ്പോസ് ചെയ്യാണ്. പക്ഷെ നമ്മുടെ ലിംഗ് ആണെങ്കിൽ അവിടെ ഓടി പോകുമ്പോൾ അവൻ അവളെ പുറകെ ചെന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് എന്നെ ഇഷ്ടമാണോന്ന്. അവളും എനിക്ക് ഇങ്ങനത്തെ തമാശയൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോവാണ്. പിന്നീട് കാണിക്കുന്നത് കമ്പനിയിലേക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നും ഒരു സ്റ്റാഫ് എത്തുന്നതാണ്. എരിക്കും ലിംഗും ഡേറ്റ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ട് കിട്ടി. അത് കമ്പനിയുടെ പോളിസിക്ക് എഗൻസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ അവൻ റൂൾസ് എല്ലാം വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് ആ സ്റ്റാഫ് എത്തിയിരിക്കുന്നത്. അവിടെ ചെങ്ങെത്തി ആ സ്റ്റാഫിനോട് പറയാണ് എരിക്കും ലിംഗും ഒഫീഷ്യലി മീറ്റ് ചെയ്തതാണ്, ലിംഗ് എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നും ചെങ്ങ് പറയുന്നുണ്ട്. ചെങ്ങിനോട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് സജസ്റ്റ് ചെയ്തത് നമ്മുടെ ജോയാണ്. ഒരു ലോയർ എന്ന നിലയ്ക്ക് രണ്ട് കമ്പനീസിനെയും രക്ഷിക്കാനായിട്ടുള്ള ഒരു മാർഗമാണിത്. അതുകൊണ്ട് തന്നെ ലിംഗിനോടും ഇവന്റെ കൂടെ നിൽക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ലിംഗിന്റെയും എരിക്കിന്റെയും ഈ പിക്ചേഴ്സ് ഒക്കെ ക്ലിക്ക് ചെയ്ത് പീറ്റർ ആണ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അയച്ചിരിക്കുന്നത്. അവന്റെ ശത്രുത തീർക്കാനും നമ്മുടെ എറിക്കിന്റെ പ്രൊമോഷനിൽ നിന്നും തടയാനും. രണ്ടാമത് പീറ്ററുമായിട്ട് ഒരുമിച്ച് വരികയാണ് ആ സ്റ്റാഫ്. ഇതേ സമയം നമ്മുടെ ചെങ്ങും എറിക്കും പറയുന്നുണ്ട് ഈ പിക്ചേഴ്സ് എല്ലാം ക്ലിക്ക് ചെയ്ത് അയച്ചത് പീറ്റർ ആണെന്നും അവർക്ക് അറിയാം എന്ന് പറഞ്ഞ് നമ്മുടെ ചെങ്ങ് ഒരു വോയിസ് ക്ലിപ്പ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇതന്ന് പീറ്റർ നമ്മുടെ ലിംഗിനെ ഹറാസ് ചെയ്തപ്പോ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ വോയിസ് ക്ലിപ്പാണ് ഇപ്പൊ നമ്മുടെ ചെങ്ങ് അവരെ കേൾപ്പിക്കുന്നത്. ഇത് കേട്ട പീറ്റർ പറയുന്നുണ്ട് ഇതെല്ലാം ഫേക്ക് ആണ്, പിന്നെ അത് മാത്രമല്ല ചെങ്ങും ലിംഗും ഡേറ്റ് ചെയ്യുവല്ല എന്ന് പറയുമ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ചെങ്ങ് പെട്ടെന്ന് വന്ന് ലിംഗിനെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അതിനുശേഷം അവളെ എല്ലാവരുടെയും ഫ്രണ്ട് എന്ന് കയ്യിൽ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ചെങ്ങ് ലിംഗിനോട് പറയുന്നുണ്ട് നമ്മളിപ്പോ ഡേറ്റ് ചെയ്യല്ലേ, അതുകൊണ്ട് നീ എന്നെ പേര് വിളിച്ചാൽ മതി എന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ ലിംഗിനാണെങ്കിൽ നല്ല ദേഷ്യവും വരുന്നുണ്ട്. ഇതിനുശേഷം ലിംഗ് ജോയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ കഥവ് തുറന്ന് അങ്ങോട്ട് അകത്തേക്ക്
കേറുന്ന ഉടനെ തന്നെ നമ്മുടെ ജോ ആണെങ്കിൽ സോറിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവളാണ് ആ ഓഡിയോ അയച്ചു കൊടുത്തത്. ഇത് കേട്ട ലിംഗം ഓഹോ അപ്പൊ നീയാണല്ലേ അത് ചെങ്ങിന് അയച്ചു കൊടുത്തത് എന്ന് പറയുമ്പോ അല്ലല്ല ഞാൻ ചെങ്ങിനല്ല അയച്ചു കൊടുത്തത്, ഞാൻ എറിക്കിനാണ് അയച്ചു കൊടുത്തതെന്ന് നമ്മുടെ ജോയും പറയുന്നുണ്ട്. ഇത് കേട്ട അവളും ഓഹോ നിങ്ങൾ മൂന്നുപേരും കൂടെ ഞാൻ അറിയാതെ ഒപ്പിച്ച പണിയാണല്ലേ ഇതെല്ലാം എന്നും പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചെങ്ങ് ലിങ്ങിനെ പിടിച്ചിരുത്തി ഒരു വീഡിയോ കാണിക്കുന്നതാണ്. വീഡിയോക്കകത്ത് കാണിക്കുന്നത് നമ്മുടെ പീറ്ററിനെയാണ്. പീറ്ററും ലിങ്ങിനോട് സോറി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവളോട് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തതില്. ഇനി ആരോടും അവൻ ആ രീതിയിൽ ബിഹേവ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് സോറി ചോദിക്കുന്നുണ്ട്. അങ്ങനെ വീഡിയോക്കകത്ത് നമ്മുടെ ചെങ്ങിന്റെ ഫേസ് കാണിക്കുമ്പോൾ തന്നെ അവൻ ആ റിമോട്ട് മേടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അത് കൊടുക്കുന്നില്ല. അങ്ങനെ റിമോട്ടിന് വേണ്ടിയിട്ടുള്ള പിടിവള്ളിയിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങ് വീഴുകയാണ്. ഈ സമയം ചെങ്ങ അവളോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഹൃദയം നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതിന്റെ അർത്ഥം നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൂടുതലൊന്നും മിണ്ടാതെ പെട്ടെന്ന് അവളും അവനെ തെല്ലി കളഞ്ഞിട്ട് പോവുകയാണ്. പിന്നീട് ചെങ്ങ അവന്റെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. എങ്ങനെ ലിങ്ങിന് അവനോട് ഫീലിങ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാം എന്നാണ് ചർച്ച. എന്നിട്ട് അവൻ അവളെ കിസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അവനോട് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ ആ കിസ് അക്സെപ്റ്റ് ചെയ്യും എന്നാണ് അവനും വിചാരിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ഓഫീസിൽ പോകാനായിട്ട് ലിങ്ങിന്റെ അടുത്ത് കാറിൽ ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കുകയാണ് ചെങ്ങും. ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ നീ നെർവസ് ആയിട്ട് നിന്റെ ഹൃദയം നല്ല ഫാസ്റ്റ് ആയിട്ട് ഇരിക്കും, ആ സൗണ്ട് എനിക്ക് കേൾക്കണം എന്നാണ് അവൻ പറയുന്നത്. ചെങ്ങിന്റെ ഈ ഫ്ലേട്ടിംഗ് രീതിയിലൊക്കെ നമ്മുടെ ലിങ്ങും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓഫീസിൽ മൈക്കിൾ ലൈവിലാണ്. ലൈവില് മേക്കപ്പ് ഇട്ട് പരിശീലിക്കാനായിട്ട് ഒരു പെൺ സ്റ്റാഫിനെ ഞാൻ ഇപ്പൊ പൊക്കിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാരും ഇറങ്ങി ഓടുന്നുണ്ട്. അവനും അവിടെ ഇരിക്കുന്ന മെയിൽ സ്റ്റാഫ്സിനോട് പറയുന്നുണ്ട് എനിക്ക് ആരെങ്കിലും ഒരു പെങ്കൊച്ചിനെ മേക്കപ്പ് ഇടാനായിട്ട് കൊണ്ട് തന്നില്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഫേസിൽ ഞാൻ മേക്കപ്പ് ഇടും എന്ന് പറഞ്ഞ് അവനകത്ത് പോയി കാത്തിരിക്കുകയാണ്. ആ സമയം നമ്മുടെ ലിങ് അവിടെ എത്തി അവനെ രക്ഷിക്കുകയാണ് ലൈവില്. അങ്ങനെ ലൈവൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തില് നമ്മൾ മൈക്കിൾ വരെ ഹഗ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചെങ്ങ് അവിടേക്ക് എത്തുന്നത്. ചെങ്ങ് പറയാണ് നീ ലിങ്ങിനെ വിട്, ഈ ഓഫീസിൽ നീ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മൈക്കിൾ പറയുന്നുണ്ട് ലിങ്ങിന് കുഴപ്പമൊന്നുമില്ല, പിന്നെ നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ലിംഗം പറയുന്നുണ്ട് ഒരു ഹഗ് അല്ലേ എന്ന് പറഞ്ഞ് അവനെ ഹഗ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ചെങ്ങും അവനെയും ഹഗ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവളും ഹഗ് ചെയ്യാനായിട്ട് പോകുന്ന രീതിയിൽ ചെന്ന് അവിടെ നിന്ന് ഓടി പോവുകയാണ്. ഇതിനുശേഷം ലിങ്ങിനെ ചെങ്ങ് ബാസ്കറ്റ് ബോൾ മാച്ച് കാണാനായിട്ട് കൊണ്ടുപോകുന്നതും കാണിക്കുന്നുണ്ട്. അവിടെ ആണെങ്കിൽ അവനെ ചീർ ചെയ്യാനായിട്ട് കുറെ പെൺപിള്ളേർ വന്ന് നിപ്പുണ്ട്. ഈ പെൺകുട്ടികളെ കണ്ട് നമ്മുടെ ലിംഗ് അതിശയപ്പെടുന്നുണ്ട്. അങ്ങനെ മാച്ചിന്റെ സമയത്തൊക്കെ അവരെ ഒന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ലിങ്ങിനെ മാത്രമാണ് അവൻ ശ്രദ്ധിക്കുന്നത്. അത് തന്നെയായിരുന്നു അവന്റെയും ആവശ്യം. മറ്റു പെൺപിള്ളേരെ ഒന്നും വേണ്ട, നമ്മുടെ ചെങ്ങിന് ലിങ്ങിനെ മാത്രം മതി എന്നുള്ള രീതിയിൽ ലിങ്ങിനെ മനസ്സിലാക്കിപ്പിക്കാനായിട്ട് അവന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഏർപ്പാടാക്കിയ പെൺപിള്ളേരായിരുന്നു അത്. പക്ഷെ കാറിൽ വെച്ച് ഒരു താങ്ക്സ് പറഞ്ഞ് നമ്മുടെ ചെങ്ങ് അവന്മാർക്ക് ഒരു മെസ്സേജ് ഇടുന്നുണ്ട്. ഇത് കേട്ട ലിങ്ങിനും എല്ലാം തന്നെ മനസ്സിലാവുകയാണ്. ഇതിനുശേഷം ലിങ് മൈക്കിളിന്റെയും ബേക്ഷാജിന്റെയും കൂടെ ഒരു ലഞ്ചിന് ചെല്ലുന്നതാണ്. ലിങ് അവരോട് ചോദിക്കുന്നുണ്ട് രണ്ടുപേരും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, പക്ഷെ രണ്ടുപേരും പ്രണയത്തിലാണ്, അങ്ങനെയാണെങ്കിൽ വർക്കിനെയും റിലേഷൻഷിപ്പിനെയും തമ്മിൽ എങ്ങനെ രണ്ടായിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ചോദിക്കുകയാണ്. മൈക്കിൾ പറയുന്നുണ്ട് അത് സിമ്പിൾ അല്ലേ, ആരെങ്കിലും ഒരാള് ജോലി വിട്ടിട്ട് വീട്ടിലിരിക്കണം. അങ്ങനെ ലിങ് അവിടുന്ന് വാഷ്റൂമിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ മൈക്കിൾ പറയുന്നത് ഇനി ലിങ്ങിന് എന്നെ ഇഷ്ടമാണോ, അവളിപ്പോ ഓഫീസ് റൊമാൻസിനെ പറ്റിയിട്ടല്ലേ സംസാരിച്ചത്, ഞങ്ങൾ രണ്ടുപേരും ഒരു ഓഫീസിലല്ലേ, അത് മാത്രമല്ല ഞങ്ങളുടെ കയ്യില് പരസ്പരം കുറെ സീക്രട്സ് ഉണ്ട് എന്നൊക്കെ പറയാണ്. പിന്നീട് ഓഫീസിൽ നമ്മുടെ ചെങ്ങ് ലിങ്ങിനെ വഴക്ക് പറയുന്നതും കാണിക്കുന്നുണ്ട്. നീ എന്തിനാ ഒറ്റയ്ക്ക് മൈക്കിളിന്റെ കൂടെ ലഞ്ച് കഴിക്കാൻ പോയത് എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ടായിരുന്നു ബേക്ഷാജിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നീ പൊയ്ക്കോന്ന് പറഞ്ഞ് നമ്മുടെ ചെങ്ങ് അവളെ വിടുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കുന്നതാണ്. നമ്മുടെ ജോയും അവിടെ എത്തുന്നുണ്ട്. പിന്നീട് എല്ലാരും ഒരുമിച്ചിരുന്ന് ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കുകയും ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈം തന്നെ നമ്മുടെ ലിങ്ങിനാണ്. അവള് ഡെയർ സെലക്ട് ചെയ്യുമ്പോൾ അവൾക്ക് വരുന്ന ഡെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ആൺകുട്ടിയുടെ കണ്ണില് 30 സെക്കൻഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനാണ്. നമ്മുടെ ജോ അവിടെ ഇരുന്ന് പയ്യെ നമ്മുടെ ചെങ്ങിന്റെ പേര് പറയുമ്പോൾ എല്ലാരും ചെങ് 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 എന്ന് പറഞ്ഞ് ഏറ്റുപിടിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലിങ് മൈക്കിളിന്റെ കൂടെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് നോക്കാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെങ് അത് പിടിച്ചു മാറ്റി ഇത് കൊള്ളത്തില്ല, ഇതങ്ങ് മാറ്റി കളഞ്ഞേക്കാന്ന് പറഞ്ഞ് അടുത്ത റൗണ്ട് കളിക്കുമ്പോൾ അവനാണ് ടേൺ വരുന്നത്. അങ്ങനെ അവൻ സെലക്ട് ചെയ്യുന്നത് ട്രൂത്ത് ആണ്. അവന്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനും പറയുന്നുണ്ട് ഉണ്ടെന്ന്. അതിനുശേഷം അവൻ അവളുടെ കൈ ടേബിളിന്റെ അടിയിലൂടെ പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴാണ് നമ്മുടെ ലിങ് കാണുന്നത് ചെങ്ങ ആ വീട് ഫുള്ളായിട്ട് അലങ്കരിച്ചിരിക്കുന്നത്. കാരണം അന്ന് ലിങ്ങിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ എല്ലാ സ്റ്റാഫ്സും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ച ആ ഒരു ഡിന്നറും അവളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു എന്നും അതുകൊണ്ടാണ് നമ്മുടെ ജോ അവിടെ എത്തിയതെന്നും അവൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു മാല എടുത്ത് അവൻ അവളുടെ കഴുത്തിലിട്ട് കൊടുത്തിട്ട് അവൾ വീണ്ടും പ്രപ്പോസ് ചെയ്യുന്നത്. ഇനി നീ എന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നീ അക്സെപ്റ്റ് ചെയ്യുന്നിടം വരെ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തോണ്ടേ ഇരിക്കുമെന്നും പറയാണ്. എന്നിട്ട് അവനും അവളെ കിസ് ചെയ്യാണ്. നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നീ ഈ കിസ് അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ആ കിസ് അവൾ
അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ ചെങ്ങ് ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ട് നമ്മുടെ ലിങ്ങിന്റെ അടുത്ത് വന്ന് നിന്ന് ഫ്ലിർട്ട് ചെയ്യാണ്. നിങ്ങൾ മുന്നേ ഇങ്ങനൊന്നും ഡ്രസ്സ് ചെയ്തിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവനും പറയുന്നുണ്ട്, ആദ്യമേ നീ എന്റെ അസിസ്റ്റന്റ് ആയിരുന്നു, ഇപ്പൊ നീ എന്റെ ഗേൾ ഫ്രണ്ട് ആണ് എന്ന് പറയാണ്. എന്നിട്ട് വീണ്ടും അവൾ അവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് അവളെ ഒന്ന് ഓർമ്മിപ്പിക്കാനും വേണ്ടിട്ട് ഒന്നും കൂടെ കിസ് ചെയ്യാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ ലിങ്ങിന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ലിങ്ങിനെ ക്യൂട്ടായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചെങ്ങിനെയും കാണിക്കാണ്. ഈ സമയം നമ്മുടെ ലിങ്ങിന് ജോയുടെ കോള് വരുമ്പോ പെട്ടെന്ന് തന്നെ ജോയുടെ കോള് അവനാണ് അറ്റൻഡ് ചെയ്യുന്നത്. നമ്മുടെ ജോയും ലിങ് ആണെന്ന് കരുതി പറയുന്നുണ്ട്, എടി നീ എപ്പോഴും ബർത്ത്ഡേക്ക് എന്റെ കൂടെ അല്ലേ കിടന്നുറങ്ങുന്നത്, എന്നിട്ട് നീ ഇന്നലെ വന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവനും പറയുന്നത്, ലിങ് അവളുടെ ഈ കഴിഞ്ഞ ബർത്ത്ഡേ അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ടാണ് ആഘോഷിച്ചത് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. ഇത് കേട്ട് നമ്മുടെ ജോയും ഓഹോ അവരങ്ങനെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയോ, അങ്ങനെ സന്തോഷപ്പെട്ടിട്ട് ഇതെങ്ങനെയെങ്കിലും എറിക്കിനെ അറിയിക്കണം എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ കോൾ കട്ട് ചെയ്യാണ്. പിന്നീട് കുറെ നേരം കഴിഞ്ഞ് വീണ്ടും അവൾ അവനെ വിളിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഒരു വിവരം തന്നെ ഇല്ല. അങ്ങനെ ടെൻഷനായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ചെങ്ങിന്റെ ഓഫീസിലേക്ക് അവൾ പോവുകയാണ്. എരിക്ക് മിസ്സിംഗ് ആണ്, അവൻ എവിടെ പോയെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ചെങ്ങും പറയുന്നുണ്ട്, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, എരിക്ക് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയി. ലാസ്റ്റ് ടൈം പീറ്റർ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടിയത് കൊണ്ട് തന്നെ ഇപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അയച്ചിരിക്കുകയാണ്, എപ്പോഴാ തിരിച്ചു വരുന്നതെന്നൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ജോവും പറയുന്നുണ്ട്, ഇത് ഞാനാണോ അപ്പൊ ലാസ്റ്റ് അറിയുന്നത്. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലെ റിസപ്ഷനിൽ ബേക്ഷാജൻ ഒരു ബൊക്കെ കാണുന്നതാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ലിങ്ങും ചെങ്ങും അവിടെ എത്തുന്നുണ്ട്. ലിങ് അതിന്റെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ ചെങ്ങ അത് നിനക്കൊന്നും ആയിരിക്കത്തില്ല, വേറെ ആർക്കെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവളെ വലിച്ചെടുത്തോണ്ട് പോവുകയാണ്. അങ്ങനെ ബേക്ഷാജന് വിചാരിക്കുകയാണ് അത് അവൾക്കുള്ളതാണെന്ന്. പെട്ടെന്ന് തന്നെ അവളും അതിന്റെ അകത്തുനിന്ന് ഒരു നോട്ട് കണ്ടെടുക്കുകയാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം നമുക്ക് ഒരു റെസ്റ്റോറന്റിൽ കാണാം എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവളും ആ പറഞ്ഞിരിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ നമ്മൾ മൈക്കിളിനെ കാണുന്നത്. നീ എന്താടി ഇവിടെ എന്ന് മൈക്കിൾ ചോദിക്കുമ്പോൾ അവളും പറയുന്നുണ്ട്, അതെന്താ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ, ഒരാളെ എന്നെ കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നേന്ന് പറഞ്ഞ് വേറൊരു സീറ്റിൽ പോയിരിക്കുകയാണ്. കുറെ കഴിഞ്ഞ് അവള് മനസ്സിലാക്കാണ് ഈ ബൊക്കെ അയച്ചത് മൈക്കിളാണെന്ന്. മൈക്കിള് ലിങ്ങിന് അയച്ച ബൊക്കെയാണ്, പക്ഷെ ബേക്ഷാജിന്റെ കയ്യിലാണ് കിട്ടിയത്. കാരണം ലിങ്ങിന്റെ പേര് എഴുതിയിരുന്ന നോട്ട് താഴെ വീണിരുന്നു. മൈക്കിള് ലിങ്ങിനോട് അവന്റെ ഇഷ്ടം തുറന്നു പറയാൻ പോയതാണെന്ന് മനസ്സിലാക്കി ബേക്ഷാജൻ പറയുന്നുണ്ട്, ഓൾറെഡി നമ്മുടെ ബോസും ലിങ്ങും ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ ഒരു ഊഹം എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചെങ്ങ് വീട് മുഴുവനും പൂവ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് നമ്മുടെ ലിങ്ങിന് വേണ്ടിയിട്ട്. ലിങ് ഇത് കണ്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് പൂവിനോട് അലർജിയാണ്. ലിങ് അവനോട് പറയുന്നുണ്ട്, എനിക്ക് പൂവ് ഇഷ്ടമാണ് പക്ഷെ അലർജിയാണ്, അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് മാത്രമേ അതിനെ കണ്ട് ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്നും പറയുകയാണ്. ഇത് കേട്ട് അവനും അപ്സെപ്റ്റ് ആവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീടിന് പുറത്ത് ഒരു മൂവിയുടെ നോട്ടീസ് വന്ന് നടക്കുന്നതാണ്. ഇത് കണ്ടിട്ട് അവള് പറയുന്നുണ്ട്, ഞാൻ ഒരു വർഷമായിട്ട് ഇതുവരെ മൂവി കാണാൻ പോയിട്ടില്ല എന്ന് പറയാണ്. അപ്പോഴാണ് നമ്മുടെ ലിങ്ങിനോട് അവൻ പറയുന്നത്, ഞാൻ 10 വർഷമായിട്ട് പോയിട്ടില്ല എന്ന്. കാരണം അവൻ ഇരുട്ടിട്ട് പേടിയായതുകൊണ്ട് തന്നെ തിയേറ്ററിലെ ഇരുട്ട് അവന് താങ്ങാൻ കഴിയില്ല. പക്ഷേ ഇപ്പൊ രണ്ടുപേരും സിനിമ കാണാൻ പോവുകയാണ്. സിനിമ കാണുന്നതിന്റെ ഇടയിൽ നമ്മുടെ ചെങ്ങിന് വയ്യായികയൊക്കെ തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ ലിങ് അവനെ പിടിച്ച് പുറത്തേക്ക് ഇറക്കാണ്. നമ്മുടെ ചെങ്ങ് ലിങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നീ അപ്സെറ്റ് ആണോ, കാരണം നിന്റെ ബോയ് ഫ്രണ്ടിന് അവന്റെ ഗേൾ ഫ്രണ്ടുമായിട്ടിരുന്ന് ഒരു സിനിമ പോലും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ എന്ന് ചോദിക്കുമ്പോൾ ലിങ്ങും അവനോട് ചോദിക്കുന്നുണ്ട്, നീ അപ്സെറ്റ് ആയിരിക്കത്തില്ലേ, നീ നിന്റെ ഗേൾ ഫ്രണ്ടിന് ഒരു സന്തോഷത്തോടു കൂടിയിട്ട് പൂ കൊടുത്താലും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. ഇത് കേട്ട് നമ്മുടെ ചെങ്ങും, എന്ത് ഗേൾ ഫ്രണ്ടോ, അപ്പൊ നീ സമ്മതിച്ചോ നീ എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന്. ഇത് കേട്ട് ലിംഗം പറയുന്നുണ്ട്, ഞാനങ്ങനെ പറഞ്ഞോ, എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറയുമ്പോ സന്തോഷത്തില് അവളെ പൊക്കിയെടുത്ത് കറക്കുന്നുണ്ട് അവനും. പക്ഷേ ലിംഗ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് സീക്രട്ട് ആയിട്ട് വെക്കാൻ ആവശ്യപ്പെടുകയാണ് ഓഫീസിൽ നിന്ന്. കാരണം വർക്കും റിലേഷൻഷിപ്പും രണ്ടും രണ്ട് രീതിയിൽ കൊണ്ടുപോകാനാണ് അവർക്ക് ആഗ്രഹം. അത് നമ്മുടെ ചിങ്ങം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇത്. അങ്ങനെ ഇവർ രണ്ടുപേരും സന്തോഷത്തോടുകൂടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ്. ഇനി ഇവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നറിയാനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാത്തിരിക്കണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.